ഹലോ. പല കുട്ടികൾക്കും ബൈവാലന്റ് ടെട്രാഡും തമ്മിൽ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയി പോകുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു തരാനാണ്. ഇപ്പോൾ ഇതിൽ ഞാൻ നിങ്ങൾക്ക് 2 ക്രോമസോം കാണിക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ക്രോമസോം എന്ന് പറയുന്നത് 2 ക്രോമാറ്റിഡ്സ് വിച്ച് ഇസ് കണക്റ്റഡ് ബൈ എ സെൻട്രോമിയർ അല്ലേ, അതാണ് നമ്മളൊരു ക്രോമസോം എന്ന് വിളിക്കുന്നത്. അപ്പോൾ 2 ക്രോമസോം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അതിൽ ഒരു ക്രോമസോമിനെ നമ്മൾ മോണോവാലന്റ് എന്നാണ് വിളിക്കുന്നത്. ഒറ്റ ക്രോമസോമായിട്ടിരിക്കുമ്പോൾ ഇറ്റ്സ് മോണോവാലന്റ്. ആൻഡ് അനദർ ക്രോമസോം അത് ഒറ്റയ്ക്കാണ് ഇരിക്കുന്നത്, അതും മോണോവാലന്റ്. ഇവർ രണ്ടുപേരെ നമ്മൾ ചേർത്ത് വയ്ക്കുകയാണെങ്കിൽ അതെന്തായിട്ട് മാറും? ഒരു മോണോവാലന്റും ഒരു മോണോവാലന്റും രണ്ടും കൂടെ ചേർത്ത് വയ്ക്കുമ്പോൾ അത് ബൈവാലന്റ് ആയി. ഓക്കെ, 2 ക്രോമസോംസിനെ ചേർത്ത് വെക്കുമ്പോൾ അത് ബൈവാലന്റ് ആയി. ഞാൻ പറഞ്ഞു ഒരു ക്രോമസോമിൽ 2 ക്രോമാറ്റിഡ്സുകളാണ് ഉള്ളത് അല്ലേ. ഒരു ക്രോമസോമിൽ 2 ക്രോമാറ്റിഡ്സ്, ഇപ്പുറത്തെ ക്രോമസോമിൽ 2 ക്രോമാറ്റിഡ്സ്. അപ്പോൾ ഇവരെ നമ്മൾ ചേർത്ത് ഒരുമിച്ച് ഇരുന്ന് കഴിഞ്ഞാൽ അവർ 2 ക്രോമസോംസ് ഒരുമിച്ചല്ല ഇരിക്കുന്നത്. അപ്പോൾ 4 ക്രോമാറ്റിഡ്സുകൾ അവർ രണ്ടുപേരിലും കാണുന്നുണ്ടല്ലോ, ചേർന്നിരിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് നമ്മളതിനെ ടെട്രാഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ബൈവാലന്റ് ആൻഡ് ടെട്രാഡ് ഇപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. കൂടുതൽ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എൻ്റെ അൾട്ടിമേറ്റ് ബയോളജി റിവിഷൻ കോഴ്സ് ബൈ ഡോക്ടർ ഗോപികയിൽ ജോയിൻ ചെയ്യാം. താങ്ക് യു സോ മച്ച്.